ഓർമ്മയ്ക്കായി ഭാഗം 57. അവൻ അവളുടെ കാലിലെ പിടിവിട്ടുകൊണ്ട് അവളുടെ വയറിലേക്ക് അവൻ്റെ മുഖം ചേർത്തു. ഇട്ടിരുന്ന ടീഷർട്ട് ഉയർത്തി അവളുടെ നഗ്നമായ വയറിൽ അവൻ കടിച്ചു. അമ്മുവിൻ്റെ കൈകൾ അവളുടെ തലമുടിയിൽ പിടിമുറുക്കി. കാലുകൾ കുത്തിക്കൊണ്ട് അവളൊന്ന് ഉയർന്നു പൊങ്ങി. അവൻ്റെ വലത് കൈ അവൻ പൊക്കിവെച്ച ടീഷർട്ടിനുള്ളിൽ കൂടി ഇടത് കൈ വലതു മാറിനെയും തലോടുന്നുണ്ടായിരുന്നു. അപ്പോഴും അവൻ്റെ ചുണ്ടുകൾ അവളുടെ പൊക്കിൾ ചുഴിയിലും വയറിലും അവിടെ കാണുന്ന കുഞ്ഞു മറുകിലുമായിട്ട് രുചികൾ തേടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവളുടെ പൊക്കിൾ ചുഴിയുടെ ആഴം അളക്കുകയായിരുന്നു അവൻ്റെ നാവ്. അവൻ്റെ കൈകളുടെയും നാവിൻ്റെയും വശ്യതയിൽ അവൾ തളർന്നു തുടങ്ങിയിരുന്നു. പെട്ടെന്നാണ് ഡോറിൽ മുട്ട് കേട്ടത്. അമ്മു ഞെട്ടലോടെ കൂമ്പിയടഞ്ഞ കണ്ണുകൾ വലിച്ചു തുറന്നു. അപ്പോഴും ആൽഫി അവൻ്റെ പ്രവൃത്തിയിൽ നിർത്താതെ അവളിൽ മാത്രം ലയിച്ചു ചേരുകയായിരുന്നു. അവൾ അവൻ്റെ തലമുടിയിൽ പിടിച്ച് വലിച്ചും തോളിൽ തള്ളിയും അവനെ മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. അവൻ അപ്പോഴും അവളുടെ വയറിലും പൊക്കിൾ ചുഴിയിലുമെല്ലാം അവൻ്റെ ചുണ്ടും നാവും കൊണ്ട് കളം വരയ്ക്കുകയായിരുന്നു. വീണ്ടും ഡോറിൽ ശക്തമായ മുട്ട് കേട്ടതും ദേഷ്യത്തോടെ അവളുടെ വയറിൽ നിന്നും മുഖം പൊക്കി അവൻ ഡോറിനടുത്തേക്ക് നോക്കി. ആൽഫി ചായ, വീണ്ടും ഡോറിൽ നിന്നുള്ള വിളി കേൾക്കുന്നുണ്ട്. എന്താ? അല്പം ദേഷ്യത്തിൽ ആൽഫി ചോദിച്ചു. താഴെ എല്ലാവരും വിളിക്കുന്നു. അവിടെ വല്യപ്പച്ചൻ്റെ 2 അനിയന്മാരും അവരുടെ മക്കളും കൊച്ചുമക്കളും എല്ലാം വന്ന് കാത്തിരിക്കുകയാണ്. ഇച്ചായനോട് എന്തോ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു. ചാൾസാണ് പറയുന്നത്. ഞാൻ വരാം, നീ പൊയ്ക്കോ, ആൽഫി പറഞ്ഞുകൊണ്ട് വീണ്ടും അവളുടെ പൊക്കിൾ ചുഴിയിലേക്ക് നാക്ക് കയറ്റിക്കൊണ്ട് അവൻ്റെ മുഖം അമർത്തി. അവൾ ഒന്നുയർന്നു പൊങ്ങി. ബെഡിൽ നിന്നും ഉയർന്നു പൊങ്ങുന്നവളെ അവൻ അവൻ്റെ കാലുകൾ കൊണ്ട് അവളുടെ കാലുകൾ കോർത്തു പിടിച്ചു. അവളുടെ വയറിൽ മുഖം കൊണ്ട് അവൻ അമർത്തി പിടിച്ചു. അവളുടെ കൈകൾ അവൻ്റെ മുതുകിൽ തലോടി അവൻ്റെ മുടിയിൽ കൊരുത്തു വലിച്ചു. ആ വേദന പോലും അവന് ഹരമായി മാറി. ഇപ്പോഴും അവൻ്റെ നാവ് അവളുടെ പൊക്കിൾ ചുഴിയുടെ ആഴം അളക്കുകയായിരുന്നു. നാവ് കൊണ്ട് അതിനുള്ളിൽ ഒന്ന് കറക്കി. അവൾ അറിയാതെ അവളിൽ നിന്നും ഒരു ശീൽക്കാര ശബ്ദം പുറത്തേക്ക് വന്നു. അവളുടെ മൂളലുകളും എല്ലാം ആൽഫിയിൽ ആവേശം കൂട്ടുന്നതായിരുന്നു. പതിയെ അവളുടെ വയറിൽ നിന്നും മുഖമുയർത്തി അവൻ അവളെ നോക്കി. ചുണ്ടുകൾ കൂട്ടിപ്പിടിച്ച് അവൾ വല്ലാത്തൊരു ഭാവത്തിൽ കിടക്കുന്നത് അവൻ അവളുടെ കഴുത്തിലേക്ക് മുഖം ചേർത്ത് വെച്ചു. അവൻ്റെ ചുണ്ടുകളും നാവുകളും പല്ലുകളും എല്ലാം അവിടെ ഇഴഞ്ഞു നടന്നു. അവളുടെ മനോഹരമായ വയറിൽ നിന്നും അവൻ്റെ കൈകൾ അവളുടെ 2 മാറുകളെയും അമർത്തി. അവൻ കൊടുക്കുന്ന ആ വേദനയിലും സുഖത്തിലും അവൻ കിടന്ന് പുളഞ്ഞുകൊണ്ട് അവനെ ചേർത്ത് പിടിച്ചു. അപ്പോഴും അവൻ്റെ പല്ലുകളും നാവുകളും അവളുടെ കഴുത്തിൽ രുചികൾ തേടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവൻ്റെ കൈകൾ അവളുടെ മാറിനെ അമർത്തി ഞെരിച്ചു. അവൻ്റെ ഉമിനീരിനാൽ അവളുടെ ശരീരം മുഴുവനും നനഞ്ഞു. ഇച്ചായ എന്നുള്ള അവളുടെ വിളി അവനിൽ ആവേശം കൂട്ടുന്നതായിരുന്നു. ഇനിയും പറഞ്ഞില്ലെങ്കിൽ അവൻ ഇപ്പോഴൊന്നും നിർത്തില്ല എന്ന് തോന്നിയതും അവൾ അവനെ തള്ളി മാറ്റി. ദേഷ്യത്തോടെ അവൻ മുഖമുയർത്തി അവളെ നോക്കി. ഞാൻ പറഞ്ഞു എന്നെ തള്ളി മാറ്റരുതെന്ന്, എനിക്കിഷ്ടമല്ല എന്ന് അവൻ പറഞ്ഞതും അവൾ പേടിയോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. താഴെ താഴെ വിളിക്കുന്നു. ഇനിയും ചെന്നില്ലെങ്കിൽ അവരെന്ത് വിചാരിക്കും? അവൾ പേടിയോടെ ചോദിച്ചു. ഇപ്പോൾ എൻ്റെ സമയം നിനക്കായിട്ടുള്ളതാണ്. ഏറ്റവും വലിയ സന്തോഷത്തിലാണ് ഞാൻ. അതിനിടയ്ക്ക് ആരും കടന്നു വരേണ്ട എന്ന് പറഞ്ഞ് അവൾ ഇട്ടിരുന്ന ടീഷർട്ട് അഴിച്ചു മാറ്റി വലിച്ചെറിഞ്ഞുകൊണ്ട് അവളുടെ മാറിലേക്ക് മുഖം ചേർത്തു. ഇനിയും അവനെ തടയാൻ സാധിക്കില്ല എന്ന് മനസ്സിലായ അവൾ അവിടുന്ന് ആ ലഹരിയിലേക്ക് അവളും ലയിച്ചു ചേരുകയായിരുന്നു. അവളുടെ ശരീരത്തിലെ ഓരോ വസ്ത്രങ്ങളും അവൻ ഊരി മാറ്റുന്നതോടൊപ്പം അവൻ സ്വയം നഗ്നമാകുന്നതും അവൾ അറിഞ്ഞു. അവനും പൂർണ്ണമായി അവളെന്ന പെണ്ണിൽ അറിയാൻ അവൻ്റെ ശരീരം അത്രമാത്രം കൊതിക്കുന്നുണ്ടായിരുന്നു. അവളുടെ ശരീരത്തിലെ ഓരോ രോമങ്ങളെപ്പോലും വെറുതെ വിടാതെ ആൽഫി പ്രണയിച്ചു. അവളിലേക്ക് അവൻ ആഴ്ന്നിറങ്ങുമ്പോൾ അവൻ്റെ ചുണ്ടുകൾ അവളുടെ ചുണ്ടുകളെ വീണ്ടും നുണഞ്ഞ് അവൻ അവളിലെ സ്ത്രീയെ പൂർണ്ണമായും ഉണർത്തി. ആൽഫി അവളുടെ ചുണ്ടുകളിൽ നിന്നും ചുണ്ടുകൾ അടർത്തി മാറ്റാൻ പോയതും അതിന് സമ്മതിക്കാതെ
ആ ചുംബനം അവൾ ഏറ്റെടുത്തു. അതറിഞ്ഞതും അവൻ്റെ കണ്ണുകൾ ഒന്ന് വിടർന്നു. അവനിലെ പുരുഷൻ അവളെ പൂർണ്ണമായും അറിയുന്നതുവരെ അവൻ അവളെ ഒരു കൊടുങ്കാറ്റായും പേമാരിയായും പെയ്തിറങ്ങിക്കൊണ്ടിരുന്നു. അവസാനം അവളിലേക്ക് തളർന്ന് അവളുടെ മാറിൽ മുഖം ചേർത്ത് വയ്ക്കുമ്പോൾ അവളിലെ സ്ത്രീയെ അറിഞ്ഞ അവനും അവനിലെ പുരുഷനെ അറിഞ്ഞ അവളും പരസ്പരം പുണർന്ന് തന്നെ കിടന്നു. പെട്ടെന്ന് എന്തോ ഓർത്തതുപോലെ അമ്മു ആൽഫിയെ തട്ടി വിളിച്ചു. ഇച്ചായ, അവർ വന്ന് വിളിച്ചിട്ട് കുറേ നേരമായി, താഴേക്ക് ചെല്ല്, അവൾ പറഞ്ഞു. ആൽഫി മനസ്സില്ലാ മനസ്സോടെ അവളുടെ മാറിൽ നിന്നും മുഖമുയർത്തി അവളെ നോക്കി. ചെല്ലണോ? അവൻ ചോദിച്ചു. പോണം. ഭക്ഷണം കഴിക്കാൻ സമയമാവുന്നു. ഇനിയും വന്ന് വിളിക്കാൻ അവർ വരും. പിന്നെ എന്നെയും കാണാതായ അത് വലിയ പ്രശ്നമാകും, അവൾ പറഞ്ഞു. അവൻ അവളെ ഒന്ന് നോക്കി. അവൻ്റെ താലി അവളുടെ നെഞ്ചിലേക്ക് വലിച്ചുകൊണ്ട് അവൻ അവിടെ അമർത്തി ചുംബിച്ചു. അവളിൽ നിന്നും എഴുന്നേറ്റു. അവൾ ശ്വാസം ആഞ്ഞു വലിക്കുന്നത് കണ്ടതും അവൻ പുഞ്ചിരിച്ചുകൊണ്ട് അവളുടെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചു. പിന്നെ പതിയെ അവളുടെ ചുണ്ടിലും ഒന്ന് ചുംബിച്ചുകൊണ്ട് അവൻ വാഷ്റൂമിലേക്ക് പോയി. അവൾ പുതപ്പെടുത്ത് പുതച്ചു. അവളുടെ ചുണ്ടിൽ അപ്പോഴും നിറഞ്ഞൊരു പുഞ്ചിരിയായിരുന്നു. ആൽഫി ഇറങ്ങിക്കഴിഞ്ഞതും ഒരു മുണ്ടെടുത്തുകൊണ്ട് കണ്ണാടിക്ക് മുന്നിൽ വന്ന് മുടി ചെയ്യി വെക്കുകയായിരുന്നു. ബെഡിൽ അമ്മുവിനെ നോക്കിയപ്പോൾ കണ്ടില്ല. താഴെ ഇട്ടിരിക്കുന്ന അവളുടെ ഡ്രസ്സുകളും കാണുന്നുണ്ടായിരുന്നില്ല. അതെല്ലാം എടുത്ത് അവൾ പോയിട്ടുണ്ടാകും എന്ന് അവനും മനസ്സിലായി. അതോർത്തപ്പോൾ അവൻ്റെ ചുണ്ടിലും ഒരു പുഞ്ചിരി വിരിഞ്ഞു. അവനൊരു ടീഷർട്ട് ഇട്ടുകൊണ്ട് അവൻ താഴേക്ക് ചെന്നു. എത്ര നേരമായി ഞങ്ങൾ നോക്കിയിരിക്കാൻ തുടങ്ങിയിട്ട്? അല്പം ഇഷ്ടക്കേടോടെ കൊച്ചപ്പച്ചൻ പറഞ്ഞതും എന്താ എന്താ എന്നോട് സംസാരിക്കാൻ ഇത്ര അത്യാവശ്യം? ആൽഫി ചോദിച്ചുകൊണ്ട് വല്യപ്പച്ചൻ്റെ അടുത്തുള്ള സോഫയിൽ വന്നിരുന്നു. അത് ആ മന നീ വാങ്ങിയതല്ലേ? അതിപ്പോൾ മറ്റൊരാൾക്ക് വിറ്റു എന്ന് പറഞ്ഞു, അതും ഇവിടെയുള്ള ആ പെൺകുട്ടിക്ക്, കൊച്ചപ്പച്ചൻ ചോദിച്ചതും. അതിന് സാധാരണ നരിക്കുന്നിൽ ആൽഫ്രഡ് സാമുവൽ വാങ്ങിയ ഒന്നും പിന്നീട് വിൽക്കാറില്ലല്ലോ, പിന്നെ എന്താണ് പുതിയൊരു മാറ്റം? അയാൾ ചോദിച്ചു. ഞാൻ വാങ്ങിയത് എനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ ചെയ്യും, അതിനെ ചോദ്യം ചെയ്യാൻ ആരും വരണ്ട. പിന്നെ ഞാനത് വാങ്ങിയത് എൻ്റെ സ്വന്തം പണം കൊണ്ട് തന്നെയാണ്. അത് വിറ്റത് എൻ്റെ സ്വന്തം ഇഷ്ടം കൊണ്ടും. അതുകൊണ്ട് അതിന് കണക്ക് ചോദിക്കാൻ പങ്കുപറ്റാനുമായിട്ട് ആരും ഇങ്ങോട്ട് വരണ്ട. പിന്നെ നിങ്ങളുടെ മകളുടെ വിവാഹം ഇവിടെ വെച്ച് നടത്താമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് ഞങ്ങളുടെ കുടുംബത്തിൽ കയറി എല്ലാ കാര്യങ്ങളിലും അഭിപ്രായം പറയാമെന്ന് നിങ്ങൾ ആലോചിക്കണ്ട. അതിന് ഈ ആൽഫി ജീവനോടെ ഇരിക്കുമ്പോൾ സമ്മതിക്കുകയില്ല. പിന്നെ എൻ്റെ വീട്ടിൽ, ഈ നരിക്കുന്നൽ വീട്ടിൽ എന്നെ ചോദ്യം ചെയ്യാൻ എൻ്റെ ഈ വല്യപ്പച്ചനും ഈ ഇരിക്കുന്ന വല്യമ്മച്ചിക്കും എൻ്റെ അപ്പനും അമ്മയ്ക്കും മാത്രമേ അധികാരമുള്ളൂ. അല്ലാതെ മറ്റാരെങ്കിലും എന്നെ ചോദ്യം ചെയ്യാനോ എൻ്റെ തീരുമാനങ്ങളെ എതിർത്ത് നിൽക്കാനോ വന്നാൽ പിന്നെ ആൽഫിയുടെ മറ്റൊരു രൂപമായിരിക്കും കാണാൻ പോകുന്നത്. അതുകൊണ്ട് അതിനുള്ള ഇടവരുത്തേണ്ട. നിങ്ങളിപ്പോൾ ഒരു നല്ല കാര്യത്തിന് വന്നിരിക്കുന്നത്. അത് നല്ല കാര്യമാണെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ ഞങ്ങളും കൂടെ നിൽക്കുന്നു എന്ന് വെച്ച് ഞങ്ങളുടെ വീട്ടിലെ കാര്യങ്ങളിലും വന്ന് തലയിടാനുള്ള അധികാരം നിങ്ങൾക്ക് തന്നിട്ടില്ല. വിവാഹം കഴിഞ്ഞ ഉടൻ നിങ്ങൾ തിരിച്ചു പോയിക്കൊള്ളണം. വീണ്ടും പറയുകയാണ്, ഞങ്ങളുടെ കുടുംബത്തിലെ കാര്യങ്ങളിൽ അഭിപ്രായം പറയാൻ നിൽക്കണ്ട, ആൽഫി പറഞ്ഞു. താഴെ ഉച്ചത്തിലുള്ള സംസാരം കേട്ട് അമ്മു വേഗം പടികളിറങ്ങി താഴേക്ക് വന്നു. വന്നപ്പോഴേ കണ്ടു എല്ലാവരും താഴെ ഹാളിൽ ഒത്തുകൂടിയിരിക്കുന്നത്. ആൽഫി അപ്പച്ചൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല എന്ന് പറഞ്ഞുകൊണ്ട് കൊച്ചപ്പച്ചൻ്റെ മകൻ അവനെ അനുനയിപ്പിക്കാൻ എന്നതുപോലെ പറഞ്ഞതും. അത് പിന്നെ ആൽഫി, ഞങ്ങൾ പറഞ്ഞില്ലേ, ഞങ്ങൾക്കിപ്പോൾ സാമ്പത്തികമായി കുറച്ച് ബുദ്ധിമുട്ടിലാണ്. ഞങ്ങളെ ഒന്ന് സഹായിക്കാൻ പറ്റുമെന്ന് അപ്പച്ചൻ വല്യപ്പച്ചനോട് ചോദിച്ചപ്പോൾ വല്യപ്പച്ചൻ പറ്റില്ല എന്ന് പറഞ്ഞത്. ഇത്രയും ബുദ്ധിമുട്ടിൽ ഞങ്ങൾ നിൽക്കുമ്പോൾ നീ അത്രയും വില കൊടുത്ത് ആ മന വാങ്ങി എന്നറിഞ്ഞതും പിന്നീട് അത് വിറ്റതൊക്കെ അറിഞ്ഞപ്പോൾ, അതും മറ്റൊരാൾ അറിഞ്ഞപ്പോൾ അതുകൊണ്ടാ അപ്പച്ചന് അങ്ങനെ ചോദിച്ചത്, കൊച്ചപ്പച്ചൻ്റെ മകൻ പറഞ്ഞു. ആൽഫി വല്യപ്പച്ചനെ നോക്കി. ശരിയാണ്, വല്യപ്പച്ചൻ എന്നോട് പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ്, നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ട് അറിഞ്ഞത് കൊണ്ട് തന്നെയാണ് ഈ വിവാഹം ഇവിടെ വെച്ച് നടത്താമെന്നും ഞങ്ങളെക്കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഞങ്ങൾ നിങ്ങളെ സഹായിക്കാം എന്നും കരുതിയത്. പക്ഷേ സഹായിക്കാൻ ഞങ്ങൾ തയ്യാറായപ്പോൾ നിങ്ങളെന്താ ചെയ്തത്? നനഞ്ഞ ഇടം കുഴിക്കുക എന്ന് പറയുന്നത് പോലെ ഞങ്ങളെ നിങ്ങൾ മുതലാക്കാൻ ശ്രമിക്കുന്നു. ഇത്രയും സാമ്പത്തികം ഇല്ലാത്ത നിങ്ങൾ എന്തിനാണ് ഇത്രയും തുകയെല്ലാം സ്ത്രീധനമായിട്ട് അങ്ങോട്ട് വാഗ്ദാനം ചെയ്തത്? അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നോ? അവർ നിങ്ങളോട് പറഞ്ഞിട്ടില്ല എന്ത് വേണം, ഇത്ര വേണം എന്നൊന്നും.
എന്നിട്ടും നിങ്ങൾ ഇത്ര അങ്ങോട്ട് തന്നേക്കാം എന്ന് എന്തിന് നിങ്ങൾ പൊങ്ങച്ചം കാണിക്കുന്നത്? എന്നിട്ടും ഒരു പെൺകുട്ടിയുടെ കല്യാണമല്ലേ എന്നെല്ലാം കരുതി ഞങ്ങൾ സഹായിക്കാൻ തയ്യാറായി. അപ്പോൾ ഞങ്ങളുടെ കുടുംബത്തിൽ കയറി കാര്യങ്ങൾ അന്വേഷിക്കാൻ നിൽക്കുന്നു. ഞങ്ങൾ കാശ് മുടക്കിയിട്ടുണ്ടെങ്കിൽ, ഞങ്ങൾ എന്തെങ്കിലും വാങ്ങിയിട്ടുണ്ടെങ്കിൽ, വിൽക്കുന്നുണ്ടെങ്കിലും അതെല്ലാം ഞങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ്. നിങ്ങളെപ്പോലെ തന്നെയല്ലേ എൻ്റെ അപ്പച്ചനും അപ്പച്ചൻ്റെ അനിയന്മാരും എല്ലാം. അവരും കഷ്ടപ്പെട്ട് ഓരോന്നും ഉണ്ടാക്കുന്നത്, ഇതുവരെയും എല്ലാം ഉണ്ടാക്കിയിട്ടുള്ളതും. അല്ലാതെ ഒന്നും ഞങ്ങൾ ആരും ഒന്നും നഷ്ടപ്പെടുത്തിയിട്ടില്ല. എന്താ നിങ്ങൾക്കതിനുള്ള കഴിവില്ലേ? നിങ്ങളും ഞങ്ങളെപ്പോലെ തന്നെ എൻ്റെ വല്യപ്പച്ചന് കിട്ടിയതുപോലെ തന്നെ കുടുംബ സ്വത്ത്, അതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും കിട്ടിയിരിക്കുന്നത്. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്തു? എൻ്റെ വല്യപ്പച്ചൻ കഷ്ടപ്പെട്ട് അതിനേക്കാൾ ഇരട്ടിയും ഇരട്ടിയുടെ അധികവുമാക്കി അത് മക്കൾക്ക് കൊടുത്തു. മക്കളായ എൻ്റെ അപ്പച്ചനും കൊച്ചപ്പച്ചന്മാരും എല്ലാം ഇപ്പോഴും കഷ്ടപ്പെട്ട് അത് വളർത്തുന്നതല്ലാതെ ഒന്നും നഷ്ടമാക്കിയിട്ടില്ല. ഞങ്ങൾ ആരും. അതുപോലെ തന്നെ നിങ്ങൾക്കും ആകായിരുന്നു. അങ്ങനെയായിരുന്നെങ്കിൽ ഇതുപോലെ വന്ന് ഞങ്ങളുടെ സഹായം ചോദിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ സഹായിച്ചില്ല എന്നൊന്നും പറയണ്ട. വല്യപ്പച്ചനോട് ഓരോ പ്രാവശ്യം വന്ന് ഓരോ കാരണങ്ങൾ പറഞ്ഞ് പണം വാങ്ങുമ്പോഴും ഞാൻ അറിയുന്നുണ്ടായിരുന്നു. എന്നിട്ടും കണ്ണടച്ചതാണ്. പിന്നെ ഈ ഇരിക്കുന്ന വല്യപ്പച്ചൻ ആരറിഞ്ഞില്ലെങ്കിലും ഞാൻ അറിയാതെ ഒന്നും ചെയ്യില്ല, എന്നോട് ചോദിക്കാതെ ഒന്നും ചെയ്യില്ല. ആൽഫി പറഞ്ഞതും എല്ലാവരും വല്യപ്പച്ചനെ നോക്കി. ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു. ആ പുഞ്ചിരിയോടെ തന്നെയാണ് വല്യമ്മച്ചിയും ഇരുന്നത്. എന്നാൽ ഇതെല്ലാം കേട്ട് പേടിയോടെ നിൽക്കുകയായിരുന്നു അമ്മു. അവൾ ജീവിതത്തിൽ ഇങ്ങനൊരു വഴക്കോ ഒച്ചപ്പാടോ ഒന്നും കേട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ അവൾ ശരിക്കും പേടിച്ചിട്ടുണ്ട്. വല്യപ്പച്ചനോട് എന്തോ പറയാനായിട്ട് തിരിഞ്ഞ വല്യമ്മച്ചി കണ്ടു പേടിയോടെ ആൽഫിയെ തന്നെ നോക്കി നിൽക്കുന്ന അമ്മുവിനെ. അത് കണ്ടതും വല്യമ്മച്ചി ആൽഫിയെ നോക്കി. മതി, അവനൊരു കാര്യം ചോദിച്ചു, നീ അതിന് മറുപടിയും കൊടുത്തു. ഇനി അതിനെപ്പറ്റി ഒരു സംസാരം വേണ്ട. വല്യമ്മച്ചി പറഞ്ഞതും ആൽഫി വല്യമ്മച്ചിയെ നോക്കി. വല്യമ്മച്ചി കണ്ണുകൾ കൊണ്ട് അമ്മുവിനെ കാണിച്ചതും ആൽഫി തിരിഞ്ഞ് അമ്മുവിനെ നോക്കി. കണ്ണുകൾ നിറഞ്ഞ് പേടിയോടെ എല്ലാവരെയും നോക്കുന്ന അവളെ കണ്ടതും ആൽഫി അവൻ്റെ ദേഷ്യം കണ്ണുകളടച്ച് നിയന്ത്രിക്കുന്നത് പോലെ അല്പസമയം ഇരുന്നു. പിന്നെ എല്ലാവരോടുമായിട്ട് പറഞ്ഞു, വിവാഹത്തിൻ്റെ കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഒരുക്കങ്ങളെല്ലാം നാളെ മുതൽ ആരംഭിക്കും. അതിന് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ പറയാം. ഇനി നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് പറയാം. ഞങ്ങളെക്കൊണ്ട് പറ്റാവുന്നതാണെങ്കിൽ, അത് നല്ലതാണെങ്കിൽ മാത്രം, അനാവശ്യമല്ല, അത് ആവശ്യമാണ്, നല്ലതാണ് എന്നുണ്ടെങ്കിൽ ഞങ്ങൾ അതുപോലെ ചെയ്യാൻ തയ്യാറാണ്. പിന്നെ ഞങ്ങൾ അന്ന് പറഞ്ഞത് തന്നെയാണ് ഇപ്പോഴും പറയുന്നത്. അവൾക്ക് വേണ്ടി ഞങ്ങൾ കുറച്ച് സ്വർണം വാങ്ങിയിട്ടുണ്ട്, അത് ഞങ്ങൾ തരും. പിന്നെ ഒന്നും ഞങ്ങൾക്കറിയില്ല. നിങ്ങൾ വാക്ക് കൊടുത്തത് പാലിക്കുകയോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. അങ്ങനെ കൊടുക്കാൻ പറ്റും എന്നുള്ളത് കൊണ്ടായിരിക്കുമല്ലോ നിങ്ങൾ വാക്ക് പറഞ്ഞത്. അതുകൊണ്ട് അത് നിങ്ങൾ ചെയ്യുക. ഇനിയും ഉണ്ടല്ലോ ഇവൾക്ക് താഴെയും, അവരെയും ഇതുപോലെ വിവാഹം കഴിക്കാൻ നേരത്ത് ഞങ്ങൾ സഹായിക്കും, അത്രമാത്രം. പിന്നെ കൊച്ചുമക്കൾക്ക് വേണ്ടി ജോലി ചോദിച്ചു എന്ന് പറഞ്ഞു വല്യപ്പച്ചൻ. അറിയാലോ, ഞങ്ങളെല്ലാവരും സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവരാണ്. അതിൽ പ്രത്യേകിച്ച് ഒരു ജോലി കൊടുക്കാൻ ആയിട്ട് ഒന്നുമില്ല. ഇപ്പോൾ എൻ്റെ പപ്പ നടത്തുന്ന ഫിനാൻസ് ആയിക്കോട്ടെ, അമ്മ നടത്തുന്ന സ്കൂളായിക്കോട്ടെ, അതിലൊന്നും ഇവർക്ക് കൊടുക്കാൻ പറ്റിയ ജോലിയൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ സൂപ്പർ മാർക്കറ്റിലുണ്ടോ എന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞ് അവൻ നോക്കിയത് അവൻ്റെ അപ്പച്ചൻ്റെ അനിയനായ മൈക്കിളിനെയാണ്. സൂപ്പർ മാർക്കറ്റിലുണ്ടെങ്കിൽ അത് തീരുമാനിക്കേണ്ടത് അദ്ദേഹമാണ്. പിന്നെ കുഞ്ഞുപപ്പയ്ക്കും അങ്ങനെ തന്നെയാണ്. പെട്രോൾ പമ്പുകളാണ്, അവിടെയും എന്തെങ്കിലും ജോലിക്കാര്യം അറിയണമെങ്കിൽ അതും അദ്ദേഹം തന്നെ തീരുമാനിക്കും. അതെല്ലാം നിങ്ങൾ അവരോട് ചോദിക്കണം. പിന്നെ നിങ്ങൾ അങ്ങനെ ആരുടെയും കീഴിൽ ജോലി ചെയ്യാനല്ല ആഗ്രഹിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യാനുള്ള സഹായമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നടക്കില്ല, ഉറപ്പോടെ ആൽഫി പറഞ്ഞു. ഇനി എന്തെങ്കിലും പറയാനുണ്ടോ നിങ്ങൾക്ക്? ആൽഫി ചോദിച്ചു. അവൻ പറയുമ്പോഴെല്ലാം അവൻ്റെ സംസാരം കേട്ടുകൊണ്ട് അവനെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു ഏഞ്ചൽ. അത് ആൽഫി കാണുന്നുണ്ടായിരുന്നു. വലിയമ്മച്ചി എഴുന്നേറ്റ് അപ്പോഴേക്കും അമ്മുവിൻ്റെ അടുത്തേക്ക് ചെന്നിരുന്നു. എന്തു പറ്റി, മോള് പേടിച്ചോ? വല്യമ്മച്ചി അവളുടെ അടുത്ത് വന്നുകൊണ്ട് ചോദിച്ചു. അത് ഇത്രയും ശബ്ദം കേട്ടപ്പോൾ അവൾ പതിയെ പറഞ്ഞു. അവളുടെ ശബ്ദം കേട്ടതും ആൽഫി ഒന്നുകൂടി തിരിഞ്ഞു നോക്കി. അപ്പോഴാണ് മുത്തശ്ശൻ പടികൾ ഇറങ്ങി വന്നത്. എന്തു പറ്റി? മുത്തശ്ശൻ അമ്മുവിൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു. മോളിങ്ങനെ ഉച്ചത്തിലെല്ലാം സംസാരിക്കുന്നത് കേട്ട് പേടിച്ചു പോയി എന്ന് തോന്നുന്നു, വല്യമ്മച്ചി പറഞ്ഞു. അതങ്ങനെയാണ് മോളെ. നമ്മുടെ വീട്ടിൽ ഉച്ചത്തിൽ സംസാരിക്കാൻ ഞാനും പിന്നെ മോളും പിന്നെ ഇവളുടെ അമ്മയും ഞങ്ങൾ 3 പേരും മാത്രമേ ഉള്ളൂ. ഒരുപാട് ഉറക്കിയൊന്നും സംസാരിക്കില്ല. അതുകൊണ്ട് തന്നെ വലിയ ശബ്ദങ്ങൾ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ആരെങ്കിലും ഒന്ന് ദേഷ്യപ്പെട്ടാലോ ഉച്ചത്തിൽ സംസാരിച്ചാലോ
എൻ്റെ മോൾക്ക് പേടിയാണ്, മുത്തച്ഛൻ ആൽഫിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു. പക്ഷേ ഇതുപോലെ ഒരുപാട് അംഗങ്ങളുള്ള വീട്ടിൽ ഇതുപോലെ ഒരു ഒച്ചയിൽ സംസാരിക്കലും ഉച്ചത്തിലുള്ള കളിച്ചിരികൾ ഉണ്ടാകും, വർത്തമാനം പറയുകയും ദേഷ്യപ്പെടുകയും എല്ലാം ഉണ്ടാകും. വല്യമ്മച്ചി അവളുടെ തലയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു. അത് കേട്ടതും അവൾ ആൽഫിയെ ഒന്ന് നോക്കി. അവളെ തന്നെ നോക്കിയിരിക്കുകയാണ്. മോള് വാ, എന്തെങ്കിലും കഴിക്ക്, സമയം ഒരുപാടായി, ഭക്ഷണം കഴിക്കാം. ഇനി സംസാരമെല്ലാം പിന്നെ. വല്യമ്മച്ചി പറഞ്ഞുകൊണ്ട് അമ്മൂനെയും കൊണ്ട് ഡൈനിങ് റൂമിലേക്ക് പോയി. അമ്മൂൻ്റെ പുറകെ തന്നെ ബാക്കിയുള്ളവരും. എന്തുവാടേ നിന്റെ ഇച്ചാൻ്റെ പെർഫോമൻസ്, സംസാരം കേൾക്കാൻ തന്നെ ഒരു രസമാണ്. എല്ലാവരും മിണ്ടാതെ പുള്ളി പറയുന്നത് കേട്ടിരിക്കുന്നത് കണ്ടിട്ട് എനിക്ക് കുളിരി കോരുകയായിരുന്നു. നിന്റെ വല്യപ്പച്ചനായിക്കോട്ടെ, ഈ പറയുന്ന ആൽഫിച്ചാൻ്റെ അപ്പനായിക്കോട്ടെ, അങ്ങനെ എല്ലാവരും പുള്ളി സംസാരിക്കുമ്പോൾ മിണ്ടാതെ ഇരിക്കുന്നത് കാണുമ്പോൾ ശരിക്കും അത്ഭുതമായിട്ടാണ് തോന്നുന്നത്, ആവണി പറഞ്ഞു. അതങ്ങനെയാണ്, വല്യപ്പച്ചൻ്റെ വാക്കുകളാണ് ആൽഫിച്ചാൻ പറയുന്നതെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം. വല്യപ്പച്ചന് പെട്ടെന്ന് അനിയന്മാരോട് പറയാൻ പറ്റില്ലല്ലോ. അതാണ് ആൽഫിച്ചാൻ യാതൊരു മുഖവരയും ഇല്ലാതെ ആരുടെയും മുഖം നോക്കാതെ പറയുന്നത്. അതുകൊണ്ട് തന്നെ അവർക്കെല്ലാം ആൽഫിച്ചായനോട് സംസാരിക്കാൻ പേടിയാണ്. ഇതിപ്പോൾ ആ മന വാങ്ങിയത് അവരറിഞ്ഞു. അന്ന് ചെറിയ മുറിവുറപ്പുകൾ ഉണ്ടായിരുന്നു. പക്ഷേ അത് വിറ്റു എന്നറിഞ്ഞപ്പോൾ കുറേ ലാഭത്തിലാണ് കൊടുത്തതെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടാവും. അതെല്ലാം കൂടി ആയപ്പോൾ അതിൻ്റെ പങ്ക് പറ്റാനൊക്കെ നോക്കിയതായിരിക്കും. പോയ ഒരു വാക്ക്, കിട്ടിയാൽ കല്യാണത്തിന് കുറച്ചുകൂടി ആർഭാടം കാണിക്കാം, ജൂലി പറഞ്ഞു. ശരിക്കും ഇവരുടെ കയ്യിൽ പണമില്ലേ? ഇവരെല്ലാം ഇച്ചാൻ പറയുന്നത് പോലെ നശിപ്പിച്ച് കളഞ്ഞതാണോ? വിഷ്ണു ചോദിച്ചു. കുറേയൊക്കെ, എന്നാലും അത്യാവശ്യമുണ്ട്. പിന്നെ ഇല്ലാഞ്ഞിട്ടാണോ ഇത്രയും സ്ത്രീധനം എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് കയറി വീമ്പടിച്ചത്? കുറച്ചൊക്കെ ഇവിടുത്തെ ആളുകളെ കണ്ടിട്ടാണെന്ന് ഞങ്ങൾക്കറിയാം. പ്രത്യേകിച്ച് ഇച്ചായനറിയാം. ഇച്ചായൻ ഇങ്ങനെയൊക്കെ പറഞ്ഞാലും കൊടുക്കുകയൊക്കെ ചെയ്യും. പിന്നെ ഞങ്ങളെ മാത്രം കണ്ട് നിങ്ങൾ കല്യാണം നടത്തേണ്ട എന്നുള്ള രീതിയിൽ പറഞ്ഞതേ ഉള്ളൂ. ഇനിയുണ്ടല്ലോ അവിടെ കല്യാണപ്രായമായ പെൺകുട്ടികൾ, അവരപ്പോൾ ഇനി ഇതുപോലെ തന്നെ ആവർത്തിക്കും. നമ്മളെ കണ്ടുകൊണ്ട് അവരുടെ മക്കളെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കാൻ നോക്കും. അതും കൊമ്പത്തൊക്കെ കയറി പിടിക്കും. പൊങ്ങച്ചം കാണിക്കാനായിട്ടേ. ഇത്രയധികം സ്വർണം തന്നേക്കാം, ഇത്രയും പണമായിട്ട് തന്നേക്കാം, പിന്നെ നല്ല വണ്ടി തന്നേക്കാം എന്നെല്ലാം പറയും. അതിനെല്ലാം ഒന്ന് തടയിട്ടതായിരിക്കും ഇച്ചായൻ. പിന്നെ വല്യപ്പച്ചനോട് അവർ പണം ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ആൽഫിച്ചൻ അറിയാതെ വല്യപ്പച്ചൻ 10 പൈസ കൊടുക്കില്ല. പിന്നെ വല്യപ്പച്ചൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ആൽഫിച്ചായൻ അറിഞ്ഞുകൊണ്ട് തന്നെയായിരിക്കും അവർക്ക് പൈസ കൊടുത്തിരിക്കുന്നത്. എന്തായാലും ഇച്ചായൻ ഇന്ന് പറഞ്ഞത് നന്നായി. ഇനി അങ്ങോട്ട് ഓരോ ആവശ്യങ്ങൾ പറഞ്ഞ് ഇങ്ങോട്ട് വരാനിരിക്കുകയായിരിക്കും. ഇന്നത്തോടു കൂടി അത് നിർത്തും, ആൻസി പറഞ്ഞു. എവിടുന്ന്? ഒരു നാണവും ഇല്ലാത്തവരാണ്. ഇനിയും ആവശ്യങ്ങൾ പറഞ്ഞു വരും, അല്ലെങ്കിൽ ആ കൊച്ചുമക്കളെ വിടും, തെരേസ പറഞ്ഞു. അവരെല്ലാവരും ഡൈനിങ് റൂമിലേക്ക് ചെന്നു. ഇന്ന് എല്ലാവർക്കും അവിടെ നിന്നായിരുന്നു ഭക്ഷണം. എല്ലാവരും ഭക്ഷണം കഴിക്കാനായിട്ട് ഇരുന്നു. അമ്മുവും കൂട്ടുകാരും മാറി നിന്നു. പിന്നീട് കഴിക്കാമെന്ന് പറഞ്ഞു. അപ്പോഴാണ് ആൻസി അമ്മുവിൻ്റെ കയ്യിലേക്ക് നോക്കുന്നത്. അമ്മു, ഇതേതാ ഈ മോതിരം? അവൾ ചോദിച്ചതും അമ്മു പെട്ടെന്ന് ഭക്ഷണം കഴിക്കാൻ ഇരിക്കുന്ന ആൽഫിയെ ഒന്ന് നോക്കി. അവനും അത് കേട്ടിരുന്നു. അവൻ മാത്രമല്ല, വല്യപ്പച്ചനും വല്യമ്മച്ചിയും മുത്തശ്ശനും കേട്ടിരുന്നു. എവിടെ നോക്കട്ടെ, കൊള്ളാലോ, ഞാനൊന്ന് ഇട്ടോകട്ടെ എന്ന് ചോദിച്ചുകൊണ്ട് ആവണി അവളുടെ കയ്യിൽ പിടിച്ചതും ആൽഫിയുടെ മുഖം മാറി തുടങ്ങി. അത് വല്യപ്പച്ചനും മുത്തശ്ശനും എല്ലാം വ്യക്തമായിട്ട് കണ്ടു. അമ്മു കൈവലിക്കാൻ നോക്കി. നല്ല തിളക്കമുണ്ടല്ലോ, ഡയമണ്ട് ആണോ? ആൻസി ചോദിച്ചു. അതെ, അവൾ പറഞ്ഞു. എല്ലാവരുടെയും നോട്ടം ആ മോതിരത്തിലേക്കായിരുന്നു. മോളെ അമ്മു, അത് ഊരരുത്, അറിയാലോ, മുത്തശ്ശൻ പറഞ്ഞതും പെട്ടെന്ന് എല്ലാവരും മുത്തശ്ശനെ നോക്കി. അതെന്താ മുത്തശ്ശ? ആൻസി ചോദിച്ചു. അത് അവളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അത് മറ്റുള്ളവർ ഇടാൻ പാടില്ല. അത് അവളുടെ കയ്യിൽ നിന്ന് ഊരാനും പാടില്ല. മുത്തച്ഛൻ പറഞ്ഞതും എല്ലാവരും അതിലേക്ക് തന്നെ നോക്കി. അമ്മു ആശ്വാസത്തോടെ ദീർഘനിശ്വാസം വിട്ട് ആൽഫിയെ നോക്കിയതും കണ്ണുകൾ കുറുകി തന്നെ തന്നെ നോക്കിയിരിക്കുകയാണ്. ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു? ഞാൻ സുഖമായിട്ടിരിക്കുന്നു. സ്റ്റോറി ഇട്ടിട്ടുണ്ടേ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ലവ് യു ഓൾ. ഇറ്റ്സ് മീ കാർത്തിക.